ഫിഖ് സീറ തുടങ്ങുന്നത് തന്നെ വളരെ രസകരമായിട്ടാണ് തുടങ്ങുന്നത്. സാധാരണയുള്ള ഒരു സീറ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രതീക്ഷ വെച്ച് ഫിഖ് സീറ നമ്മൾ കാണുകയാണെങ്കിൽ അത് നമ്മുടെ ആ പ്രതീക്ഷ തെറ്റിക്കും. നമ്മുടെ മുൻവിധികളെ മുഴുവനും തെറ്റിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഫിഖ് സീറ. ഞാൻ അതിലെ ഉള്ളടക്കം ആദ്യം പറയാം. ഒന്ന് മുഖദ്ദിമയാണ്. മുഖദ്ദിമ തന്നെ വളരെ ഗഹനമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. രണ്ടാമത്തത് ജനനം മുതൽ ദൗത്യനിയോഗം വരെയുള്ള ബിഅ്സത്ത് വരെയുള്ള ഒരു ഭാഗമാണ്. മൂന്നാമത്തത് ഹിജ്റയെക്കുറിച്ചാണ്. നാലാമത്തെ ഭാഗം മദീനയിലെ പുതിയ സാമാജികാവസ്ഥ, സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പ്, അതുമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അഞ്ചാമത് പ്രതിരോധ യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഗഹനമായ ഒരു ചർച്ചയാണ്. ആറാമത് മക്ക വിജയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് വരെ നീണ്ടു നിൽക്കുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇങ്ങനെയാണ് ഈ ഫിഖ്ഹു സീറ എന്ന ഗ്രന്ഥം ക്രമപ്പെടുത്തപ്പെട്ടത്. ഇതിൽ ആരെങ്കിലും ഫിഖ്ഹു സീറ നേരത്തെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈ നോക്കുമോ? നേരത്തെ ഫിഖ്ഹു സീറ ആരെങ്കിലും അറിയുന്ന ആളുകൾ ഈവൻ ഒന്ന് നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. നമുക്ക് പരിചയം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ അത് മുത്താല ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം ഫിഖ്ഹു സീറ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഫിഖ്ഹു സീറയുടെ മുഖദ്ദിമയിലേക്ക് പോവുകയാണ്. അത് ആദ്യം ഖിസ്മുൽ അവ്വൽ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം. വളരെ ഗഹനമായ ഒരു മുഖദ്ദിമയാണ് ഫിഖ്ഹു സീറയിലുള്ളത്. ആദ്യം ആ മുഖദ്ദിമയിലെ വിഷയങ്ങളൊന്ന് ഞാൻ പറയാം. ഒന്ന്, അഹമ്മിയത്തു സീറത്തിൻ നബവിയ്യ ഫി ഫഹ്മിൽ ഇസ്ലാം. അതായത് ഇസ്ലാമിനെ ഗ്രഹിക്കാൻ നബി സീറയുടെ ആവശ്യം എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ഊന്നൽ കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഒന്ന്. രണ്ട്, കൈഫ തത്തവറത്ത് ദിറാസത്തുഹ വ കൈഫ യജിബു ഫഹ്മുഹ അലിയവും. സമകാലികമായി എങ്ങനെയാണ് സീറയെ ഗ്രഹിക്കേണ്ടത്, അതിൻ്റെ ചരിത്രപരമായ വളർച്ച എങ്ങനെയായിരുന്നു എന്ന ചർച്ചയാണ് രണ്ടാമത്തെ ഭാഗത്ത്. സിറു ഇഖ്തിയാറിൽ ജസീറത്തിൽ അറബിയ മഹ്ദല്ലി നഷ്അത്തിൽ ഇസ്ലാം. ഇതാണ് മൂന്നാമത്തെ ചർച്ച. ഇതും വളരെ ഗഹനമാണ്, വളരെ രസകരമാണ്. ഇസ്ലാമിക വളർച്ചയുടെ കളിത്തൊട്ടിലായി എന്തുകൊണ്ട് അറേബ്യ മാറി, ജസീറത്തുൽ അറബ് അങ്ങനെ ഇസ്ലാമിനെ ഒരുക്കി തയ്യാറാക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൗത്യം ആ പ്രദേശത്ത് നിന്ന് മാത്രമാകുന്നത് എന്തുകൊണ്ട് എന്ന വളരെ ഗഹനമായ ഗൗരവമായ ഒരു ചർച്ചയാണ് ആ ഭാഗത്തുള്ളത്. പിന്നെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബിയീൻ വ അലാഖത്തു ദഅവത്തിഹി ബിദ്ദഅവത്തി സമാവിയ അസ്സാബിഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രവാചക ശൃംഖലയുടെ അവസാനമാണ് എന്ന് സ്ഥാപിക്കുകയും അതോടൊപ്പം മുൻകാല പ്രവാചകന്മാരുമായി പ്രബോധന പരമ്പരയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ബന്ധം എന്താണ് എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഇതൊക്കെ മുഖദ്ദിമയുടെ ഭാഗമാണ്. പിന്നെ ലാസ്റ്റ് അൽ ജാഹിലിയത്തു വമാക്കാന ഫീഹ മിൻ ബക്കായൽ ഹനീഫിയ. ജാഹിലിയത്തും അന്നുണ്ടായിരുന്ന ആത്മീയ അന്വേഷണങ്ങളും ആണ് യഥാർത്ഥത്തിൽ ആ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെ വിവിധ തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു മുഖദ്ദിമ തന്നെയാണ് ഷെയ്ഖ് റംലാൻ ബൂത്തി ഫിഖ്ഹു സീറക്ക് കൊടുത്തത്. ഒന്നാമതായി ആദ്യം പറഞ്ഞ ഭാഗത്ത് നമ്മുടെ ചർച്ചയാണ്. ഒന്നാമത്തെ അഹമ്മിയത്തു സീറത്തിൻ നബവിയ്യ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രപരമായ പ്രസക്തി എന്താണ്, അതായത് ഇസ്ലാം മനസ്സിലാക്കുന്നതിൽ നബിയുടെ വ്യക്തിത്വത്തിന്, നബിയുടെ ചരിത്രത്തിന് എത്ര കണ്ട് പ്രസക്തി ഉണ്ട് എന്നാണ് ആ ഭാഗം ചർച്ച ചെയ്യുന്നത്. അതിൽ ഷെയ്ഖ് റംലാൻ ബൂത്തി ഊന്നുന്നൊരു സംഗതി വളരെ നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഈ കാലത്തും നമ്മുടെ പ്രഭാഷകരിലും നമ്മുടെ എഴുത്തുകാരിലും ഒക്കെ കാണുന്ന ഒരു സ്വഭാവത്തിൻ്റെ അപ്പുറത്തേക്ക് ബഹുമാനപ്പെട്ടവർ ഈ അധ്യായത്തിൽ പോകുന്നുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വലിയ വ്യക്തിത്വമായിരുന്നു. നബി ഒരു ചരിത്ര പുരുഷനായിരുന്നു. അതുപോലെ നബിയിലെ നേതൃപാടവം,
നബിയുടെ ഹിസ്റ്റോറിസിറ്റി എന്ന് പറഞ്ഞാൽ നബിയുടെ ചരിത്രപരതയിൽ ഊന്നുന്ന ഒരു ഭാവം പൊതുവെ നമ്മളെ ചരിത്രങ്ങൾക്കുണ്ട്, നമ്മളെ ചരിത്ര പറച്ചിലുകൾക്കുണ്ട്. അതായത് നബിയാകുമ്പോൾ അതല്ല. അപ്പോൾ മൈക്കിൾ എച്ച് ആട്ടിനെ പോലുള്ള ആളുകൾ അത് ഏത് ഉദ്ദേശത്തിൽ നബിക്ക് ഒന്നാം സ്ഥാനം കൊടുത്തു എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. ഏതായിരുന്നാലും പിന്നെ ചരിത്രകാരന്മാർ അത് നബിയെ കാണുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നബിയിലെ ആളത്വത്തിന് കൂടുതൽ പ്രസക്തി കൊടുക്കുകയാണ്. നബി ചെയ്ത കാര്യങ്ങൾക്ക് സാധാരണ മനുഷ്യർ തന്നെ പല കാര്യങ്ങളും ചെയ്യും. അതേ വിധാനത്തിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത്. അപ്പം നബിയിൽ നമുക്കൊരു നേതാവിനെ കാണാൻ പറ്റും, നബിയിൽ ഒരു രാഷ്ട്രീയ കൗതുകമുള്ള ഒരു വ്യക്തിത്വത്തെ കാണാൻ പറ്റും, നബിയിലൊരു പിന്നെ കുടുംബനാഥനെ കാണാൻ പറ്റും. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നബിയെ എങ്ങനെ വായിക്കണം എന്നാണ് യഥാർത്ഥത്തിൽ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ വരുന്നത്. അതായത് ചരിത്രപുരുഷനായ നബി എന്നുള്ളതല്ല, റസൂലുള്ള ആയ നബി, റസൂല് എന്ന ഭാവത്തെ, അതായത് നബിയിലെ ഈ ചരിത്രപരതയല്ല, നബി എന്ന നബിയെ നബിയാക്കി മാറ്റുന്ന റിസാലത്തിനും നുബുവത്തിനും ഊന്നൽ കൊടുത്തുകൊണ്ട് നബിയിൽ പ്രവർത്തിക്കുന്ന ആത്മീയ ഭാവങ്ങളെ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് റിസാലത്ത് ഖുർആൻ പരിചയപ്പെടുത്തിയത് എന്താ? മുഹമ്മദുർ റസൂലുള്ള, ഇതാണ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലാണ് എന്നുള്ള ആ റിസാലത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ആദ്യം നബിയെ അവതരിപ്പിക്കുക എന്നുള്ള ഒരു വളരെ നമ്മുടെ ചിന്തകളെ ഒരു പക്ഷേ ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു അധ്യായമാണ് ആ അധ്യായം എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒന്നാമതായി ഖുർആൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ സീറയെ സാക്ഷി നിർത്തി സംസാരിച്ചിട്ടുണ്ട്. സാക്ഷി നിർത്തി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി ഏറ്റവും പ്രശസ്തമായതിനെയും ഏറ്റവും പ്രസക്തമായതിനെയുമാണ് സാക്ഷി നിർത്താറുള്ളത്. വൽ ഖുർആനിൽ ഹക്കീം, ഖുർആനെ സാക്ഷി നിർത്തിയിട്ടുണ്ട്. വശംസി വളുഹാഹ, സൂര്യനെ സാക്ഷി നിർത്തിയിട്ടുണ്ട്. ചന്ദ്രൻ സാക്ഷി നിർത്തിയിട്ടുണ്ട്. ഇതുപോലെ അംറുഖ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രമാണ് അവിടെ സാക്ഷിയായി നിൽക്കുന്നത്. അതായത് നബിയെ നമ്മൾ വായിക്കുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം നബി എന്ന വ്യക്തി മാത്രമല്ല അവിടെ കടന്നു വരുന്നത്. ആ കാലം, ആ ദേശം, ആ സമൂഹം, അന്ന് ലോകത്തുണ്ടായിരുന്ന അവസ്ഥകൾ, ഇതിനെ മുഴുവനും വായിക്കാനുള്ള ഒരു പ്രേരകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വായന, സീറയുടെ വായന മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ജീവിച്ചതോ അനങ്ങിയതോ അടങ്ങിയതോ അല്ല, ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് അതിൽ നിന്ന് രൂപം കൊള്ളുന്നത് എന്നുള്ള വായനക്കാണ് നബി വായനക്ക് ഊന്നൽ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ അധ്യായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് ഞാൻ ചുരുക്കി പറയാണ്, രണ്ടാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒന്ന്, അറേബ്യ എന്തുകൊണ്ട് ഇസ്ലാമിൻ്റെ കളിത്തൊട്ടിലായി മാറി എന്നുള്ളതാണ്. അറേബ്യ എന്തുകൊണ്ട് ഇസ്ലാമിൻ്റെ ഒരു കളിത്തൊട്ടിലായി മാറി, ഇത് വളരെ രസകരമാണ്, വളരെ നമ്മൾ വായിക്കേണ്ടതാണ്. കാരണം അറബിയിൽ എന്തുകൊണ്ടാണ് ഖുർആൻ ഇറങ്ങിയത്, ബാക്കി ഭാഷയിൽ എന്തേ ആയിക്കൂടെ, അല്ലെ വേറൊരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് വരാത്തത്, ഇതൊക്കെ ഇന്നത്തെ യുക്തിവാദികൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇവിടെ ഷെയ്ഖ് റംലാൻ ബൂത്തി വളരെ വിശദമായി ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. 1400 കൊല്ലം, നമ്മൾ സൗകര്യത്തിന് 1500 കൊല്ലം എന്ന് പറയാം, ഇപ്പോൾ ഏതാണ്ട് 1500ആയി. 1500 കൊല്ലം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുകയും വളരുകയും പ്രബോധനം നടത്തുകയും ചെയ്ത ആ കാലത്തുള്ള ലോകത്തിൻ്റെ അവസ്ഥ, യഥാർത്ഥത്തിൽ ഈ അവസ്ഥ മനസ്സിലാക്കാതെ നമുക്ക് ഖുർആനോ ഹദീസോ ഒന്നും മനസ്സിലാവില്ല. അന്നത്തെ ലോകത്തെ നാഗരികത ഒന്ന് റോമാണ് എന്ന് റംലാൻ ബൂത്തി പറയുന്നുണ്ട്. നാഗരികതകൾ ഉയർന്നു നിൽക്കുന്ന അന്നത്തെ ലോകത്തെ നിയന്ത്രിച്ചിരുന്ന, ചിന്തയെ സ്വാധീനിച്ചിരുന്ന നാഗരികതകൾ ഒന്ന് റോമായിരുന്നു, 2 പേർഷ്യായിരുന്നു, 3 യവന നാഗരികതയാണ്. ഈ റോമിൻ്റെയും പേർഷ്യൻ്റെയും അത്രത്തോളം എത്തൂലെങ്കിലും യവനന്മാരും ഇന്ത്യൻ നാഗരികതയും ഇതുപോലെ തന്നെ അന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായിരുന്നു. ലോകത്തിൻ്റെ ചിന്തകളെ സ്വാധീനിച്ചത് ഇതൊക്കെയായിരുന്നു. ഈ സ്ഥലങ്ങളിൽ നിന്നൊന്നും വരാതെ എന്തുകൊണ്ട് അറേബ്യയിൽ നിന്ന് ഇസ്ലാം വന്നു എന്ന ചോദ്യത്തിന് ബഹുമാനപ്പെട്ട
ഷെയ്ഖ് റംലാൻ ബൂത്തി പറയുന്നത് ആ നാടുകളിൽ ജനങ്ങളെ ആ സംസ്കാരം കൊന്നൊടുക്കിയിരുന്നു എന്നാണ്. ആ വാക്ക് അദ്ദേഹം പ്രയോഗിക്കുന്നില്ലെങ്കിലും ആ സംസ്കാരം ആ ജനങ്ങളെ തകർത്തെറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ റോമായാലും പേർഷ്യ ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും അതുപോലെ യവന നാഗരികതയിലാണെങ്കിലും ആ നാഗരികതയുടെ ആശയ ആദർശങ്ങൾ കേവലം അവരിൽ വന്നു ഭവിച്ചതല്ല, മറിച്ച് അവർ ക്രിയേറ്റ് ചെയ്തതാണ്, ഉണ്ടാക്കിയതാണ്. അതിന് ന്യായങ്ങളും തെളിവുകളും വെച്ച് അതിനെ വീണ്ടും അടുത്ത തലമുറയിൽ അതിനെ സ്ഥാപിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നിരുന്നു ഓരോ നാഗരികതയിലും. അതിനെല്ലാം ഭിന്നമായിട്ടാണ് അറേബ്യ നിലകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അറേബ്യയിൽ അങ്ങനെ ഒരു പ്രത്യേക സംസ്കാരം വ്യവഹാരപരമായ ആസൂത്രണത്തോടു കൂടി ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക നാഗരികതയോടുള്ള പ്രത്യേകമായ ബന്ധമോ അതിനെ നിലനിർത്തണം എന്നുള്ള ഒരു ധാർഷ്ട്യമോ ഒന്നും അറേബ്യയിലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. മറിച്ച് അറേബ്യയിൽ സംഗതി ശരിയാണ്, കുറേ ബിംബാരാധനകളും അതുപോലെയുള്ള ജാഹിലി കാലഘട്ടം എന്ന് നമ്മൾ പറയുന്ന അന്ന് ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവരിൽ ഭവിച്ചതാണ്, സംഭവിച്ചതാണ് എന്നല്ലാതെ അവർ അതിനൊരു ആദർശമായി, വലിയൊരു ആദർശമായി സ്വീകരിക്കുകയോ അതിനുവേണ്ടി ദൈക്ഷണിക അടിത്തറകൾ ഒരുക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം മറ്റു സ്വാധീനങ്ങളിൽ നിന്ന് മുക്തമായ ജനങ്ങളെ അറേബ്യയിൽ നിന്ന് കിട്ടുമായിരുന്നു, ഒന്നാമത്തെ കാരണം. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഈ ജനങ്ങളെക്കുറിച്ച് ഉമ്മിയീൻ എന്നാണ് പറയുന്നത്. നബിയെക്കുറിച്ച് ഉമ്മിയി എന്നുമാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബഹു സാംസ്കാരികതയുടെയോ അന്യ നാഗരികതയുടെ സ്പർശം കൊണ്ട് ഏതെങ്കിലും രീതിയിൽ വക്രീകരിക്കപ്പെട്ട ഒരവസ്ഥ ഈ ജനങ്ങൾക്കുണ്ടായിരുന്നില്ല. അവർ ഉമ്മിയ്യുകളായിരുന്നു. അതിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുന്ന് ഉമ്മിയായിരുന്നു. അങ്ങനെയാണ് ഷെയ്ഖ് റംലാൻ ബൂത്തി ജസീറത്തുൽ അറബ്, പിന്നെ ജസീറത്തുൽ അറബിനെ പറ്റി അതുകൊണ്ട് തന്നെ ഷെയ്ഖ് റംലാൻ ബൂത്തി വളരെ രസകരമായിട്ട് ഒരു ആയത്തിനടുത്ത് പറയുന്നുണ്ട്, വൈൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ എന്ന്. നിങ്ങൾ ഇതിൻ്റെ മുമ്പ് വളരെ ലലാലിലായിരുന്നു. അതിനെ ഷെയ്ഖ് റംലാൻ ബൂത്തി പറയുന്നത് ആ പറഞ്ഞത് ഒരു ഒരു ദോഷം പറഞ്ഞതല്ല, അവരെ കുറ്റപ്പെടുത്തിയതുമല്ല, മറിച്ച് അതൊരു ന്യായമാണ് എന്നുള്ളതാണ്. ലോക നാഗരികതയുടെ ഉയിരും ഉള്ളും ഊടും പാവും നിശ്ചയിക്കാനുള്ള ഒരു യോഗ്യത നിങ്ങൾക്കുണ്ടായിരുന്നില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് ഷെയ്ഖ് റംലാൻ ബൂത്തി പറയുന്നുണ്ട്. മറിച്ച് അത് അവരുടെ ഒരു ഉതിറായിരുന്നു, ഒരു ന്യായം. അവർ തീരെ അറിഞ്ഞൂടായിരുന്നു അവർക്കൊന്നും. അങ്ങനെ മുഖ്യധാരയിലേക്ക് കടന്നിരിക്കാനുള്ള യോഗ്യതകളൊന്നും ഇല്ലാത്തൊരു സമൂഹമായിരുന്നു. അതുകൊണ്ട് ആ സമൂഹത്തിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരേണ്ടത് എന്നാണ് ഈ അധ്യായത്തിൻ്റെ രത്ന ചുരുക്കം. മുഖവുരകൾക്ക് ശേഷം ഈ മുഖവുരയെ അടിസ്ഥാനപ്പെടുത്തി അപ്പോൾ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെ ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് വായിക്കുമ്പോൾ, അത് റസൂൽ എന്നുള്ള നിലക്ക് വായിക്കുമ്പോൾ നബി തങ്ങളുടെ ജനനം, അതുപോലെ മുലകുടി പ്രായം, കുട്ടിക്കാലം, അതിനുശേഷമുള്ള നബി തങ്ങളുടെ വിവാഹ ജീവിതം, പ്രവാചകനാകുന്നത് വരെയുള്ള കാലഘട്ടത്തെയാണ് രണ്ടാം അധ്യായത്തിൽ, രണ്ടാം ഭാഗത്തിൽ ഷെയ്ഖ് ബൂത്തി ഉൾക്കൊള്ളിക്കുന്നത്. ആദ്യത്തെ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര, നബി തങ്ങളുടെ കുട്ടിക്കാലം. ഈ കുട്ടിക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ചരിത്രത്തിൽ നിന്ന്, ഈ ചരിത്ര വായനയിൽ നിന്ന് നബിയുടെ വ്യക്തിത്വത്തെ എങ്ങനെ നാം ഗ്രഹിക്കണം, എങ്ങനെ നാം വായിക്കണം, എങ്ങനെ വായിക്കുമ്പോഴാണ് അത് നബി ചരിത്രത്തിൻ്റെ വായന പൂർണ്ണമാകുന്നത് എന്ന രീതിയിൽ ഓരോ അധ്യായത്തെയും വിശദീകരിച്ചുകൊണ്ട് അത് കൃത്യതപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ പറയും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുമ്പോൾ പിതാവ്, ഉമ്മ 2-ാം മാസം ഗർഭമായിരിക്കെ പിതാവ് മരണപ്പെടുന്നു. ശേഷം ഉപ്പാപ്പയുടെ
ഉത്തരവാദിത്വത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് വളരുന്നത്. ഉമ്മ മരണപ്പെടുന്നു. അങ്ങനെ നബി തങ്ങളുടെ ജീവിതം ഒരു യത്തീമായ ജീവിതമായിരുന്നു. ഈ യത്തീമായ ജീവിതം എന്ന് പറയുന്നത് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ പ്രവാചകനാണെന്ന് പറയുമ്പോൾ ഈ പ്രവാചകത്വത്തിന് തെളിവായി വർത്തിക്കുന്ന ഒരു രേഖയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ജീവിതം. അത് അല്ലാഹു സുബ്ഹാനഹു തആല നബി തങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു ഹിക്മത്താണ്. നബി തങ്ങളുടെ മഹാന്മാർ ഖുറൈശി ഗോത്രത്തിലെ വലിയ സ്ഥാനം അലങ്കരിച്ചവരായിരുന്നു. വലിയ മഹത്വമുള്ളവരായിരുന്നു. അവർക്ക് ഭരണപരമായി വലിയ ഉന്നതമായ സ്ഥാനമുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് നബി വളർന്നു വലുതായി പ്രായമെത്തിയപ്പോൾ തങ്ങളുടെ പിതാമഹന്മാരുടെ രാജപദവിയെ അനുധാവനം ചെയ്തുകൊണ്ട് ഞാൻ നബിയാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ പുതിയ തൻ്റെ പാരമ്പര്യമായി തന്നെയുള്ള ഒരു സ്വഭാവത്തെ സ്ഥാപിക്കുകയാണ് നബി എന്നുള്ള ഒരു തോന്നൽ ഇല്ലായ്മ ചെയ്യുകയാണ് അവിടെ. അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറി ഹലീമ ബീവിയുടെ കൂടെ ജീവിക്കുകയാണ്. ഈ ജീവിക്കുന്ന സമയത്ത് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ഒരു കാലഘട്ടത്ത് നിന്നുകൊണ്ട് ഇത്തരം അത്ഭുതങ്ങൾ പറയുമ്പോൾ തന്നെ ഇതെങ്ങനെയാണ് സമർത്ഥിക്കുക, പുതിയ കാലത്ത് ഇത്തരം അത്ഭുതങ്ങൾ എങ്ങനെയാണ് നബി തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നതിനെ സമർത്ഥിക്കുക എന്നുള്ള സംശയങ്ങളും ചോദ്യങ്ങളും പലപ്പോഴും ഈ ഒരു കാലഗണനയിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരം ചോദ്യങ്ങളെ അദ്ദേഹം വളരെ സമർത്ഥമായി തന്നെ മറുപടിയും അതിൻ്റെ യുക്തിയും അതിൽ പിന്നിലെ ദൈവിക യുക്തിയും വിശദീകരിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരും മുലകുടി അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നൊരു സ്വഭാവമാണ്, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അടുത്തേക്ക് പോയി പല പ്രദേശത്തുള്ള ആളുകൾ, ഉൾപ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ കുട്ടികളെ ദത്തെടുത്ത് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരഞ്ഞെടുക്കാനും ഏറ്റെടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഹലീമ ബീവി റളിയല്ലാഹു അൻഹു വരുന്നതും ഹലീമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ ആ കൊണ്ടുപോയത് മുതൽ അവിടെ ഉണ്ടായ മാറ്റങ്ങൾ അവരുടെ സമ്പത്തിലും ജീവിത രീതിയിലും അവരുടെ വ്യവഹാരങ്ങളിലൊക്കെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്, മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരുടെയും ഇടയിൽ ഒരു ചർച്ച വരുന്നു, ഈ കുട്ടിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഈ ബാലൻ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുല കുടിക്കുന്ന സമയത്ത് ഒരു മുല മാത്രമാണ് കുടിച്ചിരുന്നത്, മറ്റേത് തൻ്റെ സഹോദരന് വേണ്ടി മാറ്റിവെക്കുന്നു. ഇത് നീതിയുടെ ഭാഗമായി ഈ ഒരു കുട്ടി പ്രത്യേകമായ ഒരു തെർബിയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നിയന്ത്രണത്തിൻ്റെ പിന്നിൽ ജീവിക്കുന്നു എന്ന സംസാരം അവർക്കിടയിൽ വരുന്നു. അപ്പോൾ നബി തങ്ങൾ പിന്നീട് പ്രവാചകനാണെന്ന് പറയുമ്പോൾ തന്നെ ആ പ്രവാചകത്വത്തെ സ്ഥിരപ്പെടുത്തുന്ന സ്ഥിരീകരിക്കുന്ന ഒരു ചരിത്രരേഖയായി നബി തങ്ങളുടെ കുട്ടിക്കാലം മാറുകയാണ്. അതോടൊപ്പം തന്നെ നബി തങ്ങളുടെ ആ ചെറിയ പ്രായത്ത് നെഞ്ഞു കീറിയ സംഭവം, അപ്പോൾ പൈശാചികമായ സ്വാധീനം നബിക്കില്ലാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു നെഞ്ചു കീറിയുള്ള ഒരു ശസ്ത്രക്രിയ നടന്നത്. സ്വാഭാവികമായൊരു ചോദ്യം ഉയർന്നു വരാം, എന്തുകൊണ്ട് ജനിക്കുമ്പോൾ തന്നെ ആ ഒരു പ്രകൃതത്തിലൂടെ അള്ളാഹുവിനെ നബി തങ്ങളെ സൃഷ്ടിച്ചുകൂടാ? അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്ക് പിന്നിൽ പോലും, അതായത് വളരെ ചെറിയ ഒരു കാര്യത്തിൽ പോലും അള്ളാഹു നബി തങ്ങളുടെ പ്രവാചകത്വത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി വലിയ വലിയ യുക്തികൾ നിറച്ചു വെച്ചതായിരുന്നു അവിടുത്തെ ജീവിതം എന്ന്. അപ്പോൾ കുട്ടിക്കാലത്തുള്ള അത്ഭുത സംഭവങ്ങൾ നെഞ്ചു കീറുന്നു, അത് ആളുകൾ കാണുന്നു, ഭയപ്പെടുന്നു, തിരിച്ച് മക്കയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ച് ഉമ്മയുടെ അടുത്തേക്ക് വീണ്ടും എത്തിക്കുന്നു. അങ്ങനെ ഭയപ്പെടുന്ന അവസ്ഥയിൽ പോലും അവിടെയുള്ള എല്ലാവരുടെയും സംസാരത്തിൽ ഈ കുട്ടിയെ ഒരു പ്രത്യേകമായ ഒരു ബാലനായി പരിചയപ്പെടുകയാണ്. പിന്നീട് 2-ാം അധ്യായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു 12 വയസ്സെത്തിയ സമയത്ത് അബൂ താലിബിൻ്റെ കീഴിലായിരുന്നു നബി തങ്ങളുടെ ജീവിതം. അങ്ങനെ അബൂ താലിബിൻ്റെ കൂടെ സിറിയയിലേക്ക് യാത്ര പോകുന്ന ഒരു ചരിത്ര സംഭവം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ആ ചരിത്രത്തെ, ആ ഒരു സംഭവത്തെ എങ്ങനെയാണ്
നാം വായിക്കേണ്ടത്. നബി തങ്ങൾ സിറിയയിലേക്ക് പോകുന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ നിന്ന് ഒരു പുരോഹിതനെ കാണുന്നു. ആ പുരോഹിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയെ, ബാലനെ തിരിച്ചറിയുന്നു. അപ്പോൾ അറേബ്യ മൊത്തം ഇവിടെ ഒരു പ്രവാചകൻ വരാനിരിക്കുന്നു, ആ പ്രവാചകൻ്റെ നിയോഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ആ പ്രവാചകൻ്റെ നിയോഗം അറിഞ്ഞാൽ ശത്രുക്കൾ ഉണ്ടാകാൻ പോകും. ആ ശത്രുക്കൾ കുട്ടിയെ ചെറുപ്പത്തിൽ തന്നെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറുപ്രായത്തിൽ തന്നെ ആ ജനങ്ങൾക്കിടയിൽ വ്യാപകമായ രീതിയിൽ അറിയപ്പെട്ടിരുന്നു. അപ്പോൾ പിന്നീട് ഈ കുട്ടിയാണ് വളർന്നു വരുന്നത്. ഈ കുട്ടിയാണ് പിന്നീട് പ്രവാചകനായി വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നബി തങ്ങളുടെ ചെറുപ്രായത്തെ എങ്ങനെ നാം ഗ്രഹിക്കണമെന്നതിന് വളരെ കൃത്യമായ ഒരു വിശകലനം ഷെയ്ഖ് നടത്തുന്നുണ്ട്. മുഖദ്ദിമയിൽ ചർച്ച ചെയ്യുന്ന അടുത്ത ഒരു അധ്യായം എന്ന് പറയുന്നത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബിയീൻ വഅലാഖത്തു ദഅവതിഹി ബിദ്ദഅവാതി സമാവിയ അസ്സാബിക. ഇത് ഞാനിവിടെ ഉദ്ധരിക്കാൻ കാരണം ഒരുപാട് പറയാണ്ട്, സമയമില്ല. ഈ അധ്യായത്തെ പ്രത്യേകിച്ച് സൂചിപ്പിക്കാൻ കാരണം ഈ ദീൻ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ദീനിലുണ്ടാവുക. ഒന്ന് അഖീദ, രണ്ട് തശ്രീഅ്. ഈ കാര്യത്തെ ബഹുമാനപ്പെട്ട റംലാൻ ബൂത്തി അവിടെ പറയുന്നുണ്ട്. പൊതുവെ ദീനെന്ന് പറഞ്ഞാൽ തന്നെ രണ്ടെണ്ണമാണ്. ഒന്ന് അഖീദയും, രണ്ട് അതിൻ്റെ തശ്രീഅ്, നിയമ നിർമ്മാണ തലവും വിശ്വാസ തലവും. അപ്പോൾ ഈ അഖീദ മാറുകയില്ല. ആദം നബി അലൈഹിസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ വന്ന ഈ പ്രവാചക പരമ്പരയിൽ പരിചയപ്പെടുത്തപ്പെട്ട അഖീദ മാറുകയില്ല എന്നുള്ളതിന് അദ്ദേഹം വളരെ യുക്തിപരമായ ഒരു കാരണം പറയുന്നുണ്ട്. അഖീദ മാറൂല, തശ്രീഅ് മാറുള്ളൂ. അതിന് അദ്ദേഹം പറയുന്ന ന്യായം ഇതാണ്. ഈ അഖീദ എന്ന് പറയുന്നത് ഇഖ്ബാറാണ്, ഒരു ഉള്ള കാര്യത്തെ അറിയിച്ചു തരലാണ്. അറിയിച്ചു തരിക എന്ന് പറഞ്ഞാൽ പല ആളുകളും പല രീതിയിൽ അറിയിച്ചു തന്നാൽ പറ്റൂലല്ലോ. ഉള്ള ഒരു കാര്യം എങ്ങനെയാണെന്നുള്ളത് എത്ര ആൾ വന്ന് പറഞ്ഞെന്നാലും ഒരുപോലെയല്ലേ ആകേണ്ടി. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ന്യായം. ഞാനത് വായിക്കാം. ലി അന്ന ഉമൂറൽ അഖീദത്തി മിൻ നൗഇൽ ഇഖ്ബാർ. വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരറിവ് നൽകലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാക്കുന്നതാണ്. വൽ ഇഖ്ബാറു അൻ ഷൈഇൻ ലാ യുംകിനു അൻ യഖ്തലിഫ മാ ബൈന മുഖ്ബിരിൻ വാഖർ. ഒരു വിഷയം വന്ന് പറഞ്ഞെന്ന ഒരാളുടെയും വേറെ ഒരാളുടെയും ഇടയിൽ വ്യത്യാസം വരാൻ പാടില്ല. ഇഖ്ബാറിൽ അതുണ്ടാവില്ല. വിഷയം വന്ന് പറഞ്ഞു തരുമ്പോൾ രണ്ടാളും അല്ല എത്ര ആൾ വന്ന് പറഞ്ഞെന്നാലും ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഫമിൻ ഗൈരിൽ മഅഖൂലി അൻ യുബ്അസ അഹദും മിനൽ അംബിയായി ലി യുബല്ലിഗന്നാസ അന്നല്ലാഹ സാലിസു തലാസ. അമ്പിയാക്കളുടെ കൂട്ടത്തിൽ, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ വന്നിട്ട് അള്ളാഹു മൂന്നിലൊന്നാണെന്ന് പറയാം. പിന്നെ സുമ്മ യുബ്അസു മിൻ ബഅദിഹി നബിയുൻ ആഖർ. പിന്നെ വേറൊരു നബി അതിനുശേഷം നിയോഗിക്കപ്പെടുക. ലി യുബല്ലിഗന്നാസ ബി അന്നല്ലാഹ വാഹിദുൻ. അള്ളാഹു ഏകനാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അത് ലാ ശരീക ലഹു വയക്കൂനു കുല്ലും മിൻഹുമ സാദിഖുൻ. അള്ളാഹു ഏകനാണ്, അവന് ഒരു പങ്കുകാരും ഇല്ല എന്ന് പറയാൻ വേണ്ടി വേറൊരു നബിയെ പറഞ്ഞേക്കാം. എന്നിട്ട് വയക്കൂനു കുല്ലും മിൻഹുമ സാദിഖുൻ. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുക. ഇങ്ങനൊരു ഏർപ്പാട് ഇഖ്ബാറിൻ്റെ വിഷയത്തിൽ ഉണ്ടാവുകയേ ചെയ്യൂല. അതുകൊണ്ട് ആദ്യം അള്ളാഹു മൂന്നാണ്, മൂന്നിലൊന്നാണ്, ദൈവം ത്രിത്വ സങ്കല്പമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും വ്യത്യസ്തമായ സങ്കല്പങ്ങൾ അമ്പിയാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുക. അതിന് നേരെ എതിരായി മറ്റൊന്നുണ്ടാകുക. അങ്ങനെയുള്ള ഇഖ്ബാറിൻ്റെ വിഷയത്തിൽ അങ്ങനെ ഒരു വേർതിരിവ്, ഒരു ഭിന്നത ഒരിക്കലും ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് അഖീദൻ്റെ വിഷയത്തിൽ മാറ്റം ഉണ്ടാവുകയില്ല. പിന്നെ എവിടെയാണ് മാറ്റം ഉണ്ടാവുക? മാറ്റം ഉണ്ടാകുന്ന വിഷയം തശ്രീഇലാണ്. നിയമങ്ങൾ അപ്ലൈ ചെയ്യുന്നിടത്താണ് മാറ്റങ്ങൾ ഉണ്ടാവുക. അത് നിയമനിർമ്മാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യസ്ത സമൂഹങ്ങളുടെ പരിതസ്ഥിതികളുമായി ബന്ധപ്പെട്ട ഒന്നാണ്. മനുഷ്യൻ ആദം നബി അലൈഹി സ്വലാമിൻ്റെ കാലം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം വരെയുള്ള ഒരു ജീവിതക്രമത്തിൽ
ഒരു ഉദാഹരണം പറഞ്ഞാൽ അതൊരു കുട്ടിയുടെ ജീവിതം പോലെയാണ്. ഒരു കുട്ടി ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൂടെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. അതേപോലെ തന്നെ മനുഷ്യ ചരിത്രം ഒരു ബാല്യത്തെയും ഒരു ശൈശവത്തെയും ഒരു ബാല്യത്തെയും ഒരു യൗവനത്തെയും ഒക്കെ വളർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആ സമൂഹത്തിൻ്റെ മനോനില, അവിടുത്തെ ഭൂപ്രദേശങ്ങളുടെ സാഹചര്യം, അവരുടെ മറ്റ് അവസ്ഥാന്തരങ്ങൾ, ഇതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള നിലക്കായിരിക്കും അമ്പിയാക്കന്മാർ ആ സമൂഹത്തിലെ തശ്രീഅ് നടപ്പിലാക്കുക. ബിക്കോസ് തശ്രീഅ് എന്ന് പറയുന്നത് ഇൻഷാ ആണ്, അതൊരു നിർമ്മാണ പ്രക്രിയയാണ്. അത് കാലദേശ സംബന്ധിയായ രീതിയിൽ ആണ് പ്രവർത്തിക്കുക. എന്നാൽ ഇഖ്ബാർ അങ്ങനെയല്ല, അത് ഒരു വൃത്താന്തം അറിയിക്കലാണ്. വ്യത്യസ്ത സമൂഹങ്ങൾക്ക്, വ്യത്യസ്ത ആളുകൾ ഇഖ്ബാർ ചെയ്യുമ്പോൾ വ്യത്യസ്തത അനുഭവിക്കുക എന്നുള്ളത് ബുദ്ധിപരമല്ല എന്ന് അദ്ദേഹം ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇത് വളരെ രസകരമായ ഒരു സംഗതിയാണ് എന്ന് നമുക്ക് അറിയാം. ഇത് ഒരു വളരെ രസകരമായ രീതിയിലാണ് ഇമാം ഷെയ്ഖ് റംളാൻ പൂത്തി അവതരിപ്പിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിവൈഭവം എത്ര ഉണ്ട് എന്ന്. കാരണം ഇത് ഒരു സാധാരണ സീറല്ല, മറ്റൊരു രീതിയിലുള്ള സീറയാണ്. വേറൊരു സ്ഥലം, വളരെ പ്രധാനപ്പെട്ട മുഖദ്ദിമയിലെ തന്നെ വേറൊരു ഏരിയ എന്ന് പറഞ്ഞത് മില്ലത്ത് ഇബ്രാഹിമാണ്. ഇബ്രാഹിമി മില്ലത്തിനെ കുറിച്ചുള്ള ചർച്ച, അതായത് അറബിയയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി വെച്ച മാതിരിയല്ല അറബിയെ മനസ്സിലാക്കണ്ടേ. അറബിയയിൽ തന്നെ ആത്മീയ അന്വേഷകരുടെ ഒരു സംഘം തന്നെ ജീവിച്ചിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കുട്ടി ജനിക്കുന്നു, ആ കുട്ടി ഈ രീതിയിലൊക്കെയുള്ള അത്ഭുതങ്ങൾ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വൈജ്ഞാനിക ചർച്ചയ്ക്ക് വലിയ പ്രേരകമായി തീരുന്നുണ്ട് അറേബ്യയിൽ. കാരണം അത്തരക്കാരായ ആളുകളോടെ നമ്മൾ ഈ നബി അവതരിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ഖുർആൻ അവതരിപ്പിക്കുമ്പോഴോ ഒക്കെ നമ്മളൊരു ജാഹിലി കാലഘട്ടം നമ്മൾ അവതരിപ്പിക്കും. പക്ഷേ ആ ജാഹിലി കാലഘട്ടം പൊതുവെ ആ ജാഹിലി കാലഘട്ടത്തിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന രീതിയിലാണ്. നമുക്ക് 3Wകളാണ് ജാഹിലി കാലഘട്ടം എന്ന് പറയുന്നത്. നമ്മുടെ പ്രസംഗങ്ങളുടെയൊക്കെ ഒരു ശൈലി അങ്ങനെയാണ്. വുമൺ, വാർ, വൈൻ എന്നീ 3 Wകൾക്ക് വേണ്ടി ജീവിച്ച ഒരു സമൂഹം എന്നൊക്കെയാണ് നമ്മൾ. അങ്ങനെ ഒരു സമൂഹത്ത് നബി തങ്ങൾ പ്രവർത്തിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നതുപോലെ ഒന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞതിന് അർത്ഥമൊന്നുമില്ലല്ലോ. കാരണം ഒന്നും അറിയാത്ത സമൂഹത്തിനോട് ഞാൻ കൊണ്ടുവന്ന പോലുള്ള ഒരു ഖുർആൻ നിങ്ങൾ കൊണ്ടുവരുമെന്ന് വയ്ക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? അപ്പോൾ അത് കുറച്ചുകൂടി ദൈക്ഷണികമായി ഉയർന്ന ജാഹിലിയത്ത് എന്ന് പറയുമ്പോഴേക്ക് അത് ബുദ്ധിപരമായ ഒരു താഴ്ചയായിരുന്നു എന്നൊന്നും മനസ്സിലാക്കരുത്. അതിൻ്റെ അപ്പുറത്ത് അവരുടെ ഇടയിൽ പലതരക്കാരായ ജനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സൂറത്ത് ഞാൻ നീട്ടി പറയല്ല, ബക്കറയിൽ പല രീതിയിലുള്ള ഉപമകൾ കാണാം. മസലുഹും കമസലില്ലദി സ്തൗഖദ നാറൻ ഫലമ്മ അല്ലാഹ്, അങ്ങനെയുള്ള ഒരായത്ത് കാണാൻ പറ്റും. എന്ന് പറയുകയാണെങ്കിൽ ഈ പറമ്പിൽ ജീവിച്ചിരുന്ന ആളുകൾ പലപ്പോഴും ഈ പന്തം കൊളുത്തിയിട്ട് തീ കായുന്നതോ അല്ലെങ്കിൽ അവരുടെ വെളിച്ചത്തിൻ്റെ ആവശ്യത്തിന് പന്തം കത്തിക്കുകയോ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ആളുകളോടുള്ള സംബോധന അവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത ഒരു ഉപമയാണ് മസലുഹും കമസലില്ലദി സ്തൗഖദ നാറൻ. ഒരു തീ കൊളുത്തിയ ഒരുത്തൻ്റെ ഉപമ പോലെയാണ് അവരുടെ ഉപമ എന്ന് പറയുന്നത്. അത് അവരുടെ ജീവിതഗന്ധിയായ ഒരു സംഗതിയാണ്. അതേ സമയത്ത് തന്നെ അവിടെ കർഷകരുണ്ടായിരുന്നു, കൃഷി ചെയ്യുന്ന ഒരുപാട് ആളുകൾ, അങ്ങനെയുള്ള ആളുകളുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ നിന്നാണ് മറ്റൊരു ഉപമ എടുക്കുന്നത്. ഇത് സീറയിലുള്ളതല്ല കേട്ടോ, ഞാൻ പറയാം ആ സമൂഹത്തെക്കുറിച്ച്. ഔ കസയ്യിബിൻ മിനസ്സമായി ഫീഹി ളുലുമാത്തും വറഅദും വബർഖുൻ. കണ്ടോ, ഔ കസയ്യിബിൻ മിനസ്സമായി, ആകാശത്തു നിന്നുള്ളൊരു വർഷപാതം പോലെയാണ്. ഫീഹി ളുലുമാത്തും വറഅദും വബർഖുൻ, അതിൽ ഇടിയും മിന്നലും കാറ്റും ഒക്കെ ഉണ്ട്. അതിനെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകൾ ആണ് ആ കർഷക സമൂഹം. അപ്പോൾ അവർക്ക് അതിൻ്റെ പ്രാധാന്യം മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതുപോലെയാണ് ഖുർആൻ എന്നാ ഖുർആൻ പറയുന്നത്. മഴൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന കർഷക സമൂഹത്തിന് ഖുർആൻ അതിനോട് ഉപമിച്ചിരിക്കുകയാണ്. ഖുർആനെ ആ മഴയോട് ഉപമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ മഴ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല. ഒരുപക്ഷെ അതിൽ ഇടി ഉണ്ടാവും, കാറ്റുണ്ടാവും, അതിൻ്റെ കൂടെ ചിലപ്പോൾ ഇരുട്ടാർന്നതായിരിക്കാം, പേടിപ്പെടുത്തുന്ന രംഗങ്ങളുണ്ടാവും. ആ സമയത്ത് കൈവച്ചിട്ട് ചെവിയിൽ തിരുകി ഞാൻ ആ ഭാഗത്തേക്കില്ല എന്ന് പറഞ്ഞ് പോകുകയല്ല ചെയ്യേണ്ടത്. അതോടൊപ്പം മഴയെ അതിൻ്റെ സർഗാത്മകതയിലും അതിൻ്റെ ധനാത്മകതയിലും അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള തലങ്ങളിലും മഴയെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാകുന്നത്, ഒരു കർഷക സമൂഹത്തിൽ നിന്ന് ഉണ്ടാകുക. സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഖുർആനോട് ഉണ്ടാകേണ്ടതെന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം,
മക്ക, മദീന, ജസീറത്തുൽ അറബ്, ആ ദേശത്തെ ജനങ്ങളെന്ന് പറയുന്നത് വിവിധ ജാതി സംസ്കാരങ്ങളും ദൈക്ഷണിക നിലവാരങ്ങളും ഉള്ള ആളുകളായിരുന്നു. പക്കാ ഒന്നും അറിയാത്ത ആളുകൾ അവരിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെ. അതിൻ്റെ അപ്പുറത്ത് അവരിൽ ആത്മീയ അന്വേഷണത്തിൻ്റെ ചൂടുപിടിച്ച ചർച്ചകളൊക്കെ നടന്നിരുന്നു. ഇനി വരുന്ന ഭാഗത്ത് ആ വിഷയം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി കിട്ടുന്നു. വഹി കിട്ടുമ്പോൾ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു. ഞാൻ ആ വിഷയത്തേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ ആളുകൾക്കാണ് അന്ന് ഹുനഫാക്കൾ എന്ന് പറഞ്ഞിരുന്നത്. ഇത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം, ഹുനഫാക്കൾ. അതുകൊണ്ട് ഞാൻ ഇത്ര ഇത് ഒന്ന് വളരെ പ്രാധാന്യത്തോടു കൂടി സൂചിപ്പിക്കുന്നത്. ഈ ഹനീഫിയത്ത് തേടിക്കൊണ്ടുള്ള, അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽ പരിചയപ്പെടുത്തപ്പെട്ട ഒരു മതത്തിൻ്റെ അന്തസത്ത തേടിക്കൊണ്ടുള്ള ഒരു അന്വേഷണം മക്ക ദേശത്ത് നടന്നിരുന്നു. അവരെക്കുറിച്ചാണ് ഹനീഫികൾ എന്ന് പറയപ്പെടുന്നത്. ഈ ഹനീഫി മില്ലത്തുമായിട്ടാണ്, ഇബ്രാഹിമി മില്ലത്തുമായിട്ടാണ് ഇസ്ലാമിന് ബന്ധം എന്ന് സ്ഥാപിക്കുകയാണ് ഈ അധ്യായം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഗ്രന്ഥത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഓരോ ചരിത്രങ്ങളെയും, ചരിത്ര സംഭവങ്ങൾ വളരെ ലഘുവായി, വളരെ രത്നച്ചുരുക്കത്തിലൂടെ ആ പ്രധാന ഭാഗങ്ങൾ വിശദീകരിച്ച് അതിൻ്റെ പ്രാമാണികത ഉറപ്പുവരുത്തിയതിന് ശേഷം അതിലെ പാഠങ്ങൾ എന്താണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വീകരിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമാക്കി തരും. അതിൽ പ്രധാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹം, ഖദീജ ബീവിയുമായി നബി തങ്ങളുടെ വിവാഹം. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നബിയുടെ വിവാഹം എന്ന് പറയുന്നത്. നബി തങ്ങൾ 25 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നേക്കാൾ പ്രായമുള്ള 50ഓളം വയസ്സ് പ്രായമുള്ള ഖദീജ ബീവിയെ കല്യാണം കഴിക്കുന്നു. ഒരു വൈകാരികമായ വൈകല്യമുള്ള ഒരു വ്യക്തിയാണ് നബി എന്ന് ചിത്രീകരിച്ചുകൊണ്ട് നബിയുടെ ആ വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ആളുകൾ വായിക്കേണ്ട ഒരു ഭാഗമാണ് ഖദീജ ബീവിയുമായുള്ള വിവാഹം. ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷമാണ് നബി തങ്ങൾ മറ്റുള്ള വിവാഹങ്ങൾ കഴിക്കുന്നത്. എന്തുകൊണ്ട്? ആ യുവപ്രായത്തിൽ നബി തങ്ങൾ മറ്റു വിവാഹങ്ങൾ കഴിച്ചില്ല. തന്നേക്കാൾ പ്രായം കുറഞ്ഞ സ്ത്രീയെ എന്തുകൊണ്ട് നബി തങ്ങൾ തിരഞ്ഞെടുത്തില്ല? നബി തങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ സംഭവങ്ങൾക്കും പിന്നിൽ കൃത്യമായ യുക്തിയുണ്ട് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 40 വയസ്സിനോടടുത്ത സമയത്ത് നബി തങ്ങൾ ഇറാ ഗുഹയിൽ പോയി തനിച്ചിരിക്കുന്നു, ഖൽവത്തിൽ കഴിയുന്നു, ഹുമൂലിരിക്കുന്നു. അപ്പോൾ നബിയുടെ ചരിത്രത്തിൽ നിന്ന് ഈ ഹുമൂൽ എന്താണെന്ന് വിശദീകരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ കേട്ട് പരിചയിച്ച ഒന്നാണ് ഈ ഖൽവത്ത് അല്ലെങ്കിൽ ഹുമൂല്, ഉസ്ലത്ത് എന്നൊക്കെ പറയുന്ന സാങ്കേതിക പദാവലികൾ. അതായത് വിശ്രുതരായ ഔലിയാക്കൾ അവരുടെ മനസ്സ് സംസ്കരിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് കാലം തനിച്ച് കഴിയുന്നതിനെയാണ് ജനങ്ങളിൽ നിന്നും പ്രശസ്തിയിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ ചിന്താഗതിയും ലോകത്തിൻ്റെ കുത്തൊഴുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവരിലേക്ക് ഇടപെടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കാലം ഉസ്രയിൽ കഴിയുന്നത് അല്ലെങ്കിൽ ഹുമൂൽ കഴിയുന്നത്. നമ്മൾ പലപ്പോഴും പറയും, ജനങ്ങൾക്കിടയിൽ നിന്ന് ഉള്ള ആ സംസാരത്തിലും ഇടപഴക്കത്തിലും വന്നു പോകുന്ന തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയാണ് ഔലിയാക്കളായ ആളുകൾ ഹുമൂല് കഴിയുന്നത് എന്ന വിശദീകരണം. തെറ്റിദ്ധാരണയാണ് നമ്മുടെ ഇടയിലുള്ള, പൂർണ്ണമായും അതൊരു തെറ്റിദ്ധാരണയാണ്. ഹുമൂല് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സമൂഹത്തോട് എങ്ങനെ സംവദിക്കണം, എങ്ങനെയാണ് സമൂഹത്തോട് സംവദിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഒരു ആലോചനകൾക്ക് വേണ്ടി. അപ്പോൾ ഷെയ്ഖ് ബൂത്തിയുടെ മറ്റൊരു ഗ്രന്ഥമുണ്ട്, ഹിക്കമിൻ്റെ വ്യാഖ്യാനം കാണാം. ഹിക്കം ഇബ്നത്ത ഇല്ലാഹി സിക്കന്ദരിയുടെ ഹിക്കം. അതിൽ പറയുന്നത്, ഇദ്ഫിൻ ഉജൂദക ഫിൽ അർദിൽ ഖുമൂൽ ഫമാ നബത മിമ്മാ ലം യുംബിത് ലാ യതിമ്മ നിതാജഹു. ഒരു വിത്ത്, ആ വിത്ത് മണ്ണിനടിയിൽ കിടക്കുമ്പോൾ മാത്രമേ ആ മരം അല്ലെങ്കിൽ ആ വിത്തിന് വളർച്ചയിൽ പൂർണ്ണത പ്രാപിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ ഈ വിത്ത് മണ്ണിനടിയിൽ കിടക്കുന്നത് പോലെ വളർച്ചയിലേക്ക് ഉയർന്നു വരാനുള്ള ഒരു കുറഞ്ഞ സമയം മാറി നിൽക്കലാണ് ഹുമൂല് അല്ലെങ്കിൽ ഖൽവത്ത് എന്നൊക്കെ പറയുന്നത്. മാനഫ അൽ ഖൽബ മിസ്ല ഉസ്ലത്തിൻ യദ്ഖുലു ബിഹാ മൈദാന ഫിക്ര എന്ന ഹിക്കമ വിശദീകരിച്ചിട്ട് ഷെയ്ഖ് ബൂത്തി തന്നെ പറയുന്നുണ്ട്, ഈ മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. മനുഷ്യൻ സാമൂഹിക ജീവിയായതുകൊണ്ട്
ഈ ഖൽവത്തിൽ കഴിയണം, അല്ലെങ്കിൽ ഹുമൂല് കഴിയണം, ഉസ്രയിൽ കഴിയണം എന്നൊക്കെ പറയുന്നത് മനുഷ്യ പ്രകൃതത്തോട് വിരുദ്ധമായ ഒന്നാണ്. ജനങ്ങളുമായി യാതൊരു സമ്പർക്കവും ഇല്ലാതെ മനുഷ്യൻ തനിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രകൃതത്തോട് യോജിക്കാത്തതാണ്. അതുകൊണ്ട് ഈ ഉസ്ല എന്ന് പറയുന്ന പ്രയോഗം സിക്കന്ദരി തങ്ങൾ നെക്കിറയായി പ്രയോഗിച്ചത് ഒരു കുറഞ്ഞ കാലയളവ് എന്നേ അതിനർത്ഥമുള്ളൂ. ഷെയ്ഖ് ബൂത്തി തന്നെ ഹിക്കമിൻ്റെ സീറയിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുമൂൽ കഴിയുന്നു, ജനങ്ങളുമായുള്ള സമ്പർക്കത്തിൽ നിന്നും പ്രശസ്തിയിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് അള്ളാഹുമായുള്ള ചിന്തയിൽ ലയിച്ച് നിൽക്കുന്നു. അപ്പോൾ ഇതൊരു പാഠമായി നമുക്ക് നിലകൊള്ളാണ്. നമ്മൾ ജനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന്, നമ്മുടെ ഈ ഇടപഴക്കത്തിൽ നിന്നൊക്കെ മാറി അള്ളാഹുവിനെ പറ്റി ആലോചിച്ച് ചിന്തിച്ച് നമ്മളെ സ്വന്തം ശരീരത്തെ സംസ്കരിച്ചെടുക്കുന്ന ഒരു ചികിത്സാ മുറയാണ്. ചില ആളുകൾ അത് മരുന്ന് ഒരുപാട് കഴിച്ചാൽ എന്താണ് സംഭവിക്കുക? ധാരാളമായി മരുന്ന് കഴിച്ചാൽ എന്താണ് സംഭവിക്കുക? അത് മറ്റൊരു രോഗത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് എല്ലാ കാലവും ഹുമൂല് കഴിയുക എന്നുള്ളത് ശരിക്കും ഇസ്ലാം കൽപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതോ ഒന്നല്ല. അപ്പോൾ ചില സ്വാലിഹീങ്ങളുടെ ചരിത്രത്തിൽ ഇങ്ങനെ കാണാമെങ്കിലും അത് ഇസ്ലാം അംഗീകരിക്കുന്നതോ അല്ലെങ്കിൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതുമായ ഒന്നല്ല എന്ന് ഈ സീറയിൽ ഷെയ്ഖ് ബൂത്തി വിശദീകരിക്കുന്നുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഒന്നാമത് നമ്മുടെ നാട്ടിലിപ്പോൾ ഷെയ്ഖുമാരും തരീഖത്തൊക്കെ വളരെ കൂടി വരികയാണ്. ഒരു ഹുമൂലിൽ പോയി ഇരുന്ന് പറയപ്പെട്ടാൽ പോലും അവർ സമുദായത്തെ എങ്ങനെയാണ് കൊണ്ടുനടക്കുന്നത്, ഒരു വ്യക്തിയെപ്പോലും എങ്ങനെയാണ് കൊണ്ടുനടക്കേണ്ടത് എന്നുള്ളത് അറിയാത്ത അത്രയും ദാരുണമായി ദയനീയമായി പരാജയപ്പെടുന്നത് നമ്മൾ പലപ്പോഴും അറിയുന്നുണ്ട്. അതുകൊണ്ട് ഷെയ്ഖ് റംലാൻ ബൂത്തി ഈ അതാഉല്ലാഹി സിക്കന്ദരിയുടെ ഹിക്കമിന് നൽകിയ വ്യാഖ്യാനം നേരത്തെ സൂചിപ്പിച്ചേ, അത് നമ്മൾ നോക്കുന്നത് വളരെ നന്നായിരിക്കും. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആത്മീയമായി വളരേണ്ടത് എന്ന് അതിൽ ഈ അതാഉല്ലാഹി സിക്കന്ദരിൻ്റെ രചന എന്ന് പറഞ്ഞാൽ കുറച്ച് ഉയർന്ന തലത്തിലാണുള്ളത്. പക്ഷെ അതിനെ സാധാരണക്കാരുടെ തലത്തിലേക്ക് വ്യാഖ്യാനിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലേ ഏറ്റവും വലിയ ഒരു ആ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകതയായി എടുത്തു പറയാനുള്ളത്. സാധാരണ ഇത് നമുക്ക് അതാഉല്ലാഹി സിക്കന്ദരിൻ്റെ ഹിക്കമിന് കുറേ വ്യാഖ്യാനങ്ങൾ കിട്ടാണ്ട്, പക്ഷെ ആ വ്യാഖ്യാനങ്ങളൊക്കെ നമ്മളിൽ നിന്നും കുറച്ച് ഉയർന്ന തലത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് എന്ന് തോന്നിപ്പിക്കപ്പെടും വിധം തന്നെയാണ് എഴുതപ്പെട്ടത്. നമ്മൾ കിതാബ് ഓതാറുമുണ്ട്, ദർസിലൊക്കെ ഓതാറുണ്ട് ഹിക്കമ്. അതിൻ്റെ വ്യാഖ്യാനം അബ്ദുൽ അങ്ങനെ തുടങ്ങിയ ഏത് വ്യാഖ്യാനവും അതിൻ്റെ ഉയരങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടുകൊണ്ടാണ് രചിക്കപ്പെട്ടത്. എന്നാൽ ഷെയ്ഖ് റംലാൻ ബൂത്തിൻ്റെ രചനയുടെ പ്രത്യേകത സത്യത്തിൽ അത് അദ്ദേഹം ജനങ്ങളെ കണ്ടിട്ടാണ് എഴുതുക. ജനങ്ങളെന്ന് പറഞ്ഞാൽ അതിസാധാരണക്കാരായ മുഅ്മിനീങ്ങളുടെ ഇടയിലേക്ക് എങ്ങനെയാണ് ഈ ആത്മീയ മൂല്യങ്ങളെ സംക്രമിപ്പിക്കുക എന്ന് മനസ്സിരുത്തിക്കൊണ്ട് ചിന്തിച്ചുകൊണ്ടുള്ള രചനയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഹിക്കമിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ ഞാനത് നോക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഭാഗം കൂടി ചേർക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പാഠം കൂടി അതിലുണ്ട്. ഇപ്പോൾ ഇന്ന് കാണുന്ന വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ വലിയ സംരംഭങ്ങളൊക്കെ പെട്ടെന്ന് നശിച്ചു പോകുന്നതിൻ്റെ പ്രധാന കാരണമായി ഷെയ്ഖ് ബൂത്തി പറയുന്നത് ഹുമൂലിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവർ സ്വന്തത്തെ ചിട്ടപ്പെടുത്തിയെടുത്തിട്ടില്ല. അപ്പോൾ ഒരു സ്ഥാപനം വളരുന്ന സമയത്ത്, ഒരു സമൂഹത്തിൽ ഒരു ബിസിനസ് വളരുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതിനുള്ള മാനുഷിക വിശുദ്ധി ഒന്ന് വളർന്നു വരുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണം, അതിനെ ഏത് രീതിയിലാണ് കാണേണ്ടത്. സ്വാഭാവികമായും മനുഷ്യനുണ്ടാകുന്ന കിബർ, ഹസദ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് മാനസിക രോഗങ്ങൾ അല്ലെങ്കിൽ വൈകല്യങ്ങൾ മനുഷ്യന് പിടിപ്പെടാറുണ്ട്. അതിൽ നിന്നൊക്കെ മുക്തമായി എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്, അത് മനസ്സിലാകാതെ പോകുന്നത് പ്രധാനമായും ഹുമൂലിൽ കഴിയാത്തത് കൊണ്ട് എന്ന് പറയുന്നു. അപ്പം നബി ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ആ സമൂഹത്തെ സമുദ്ധരിക്കുന്നതിന് മുമ്പായി നബി തങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഹുമൂൽ കഴിഞ്ഞിട്ടുണ്ട്. ആ ഹുമൂലിൻ്റെ ഭാഗമായിട്ടാണ് നബി തങ്ങൾ ഹിറയിൽ പോയി ഖൽവത്തിൽ ഇരുന്നത്. പിന്നെ ആ ഭാഗത്ത് സഹീൽ ബുഖാരിയിലുണ്ടല്ലോ ഫതഹന്നസ എന്നാണ് പറഞ്ഞത്. ഈ ഹുമൂൽ കഴിയുന്നതിനെ പറ്റി സഹീൽ ബുഖാരി ഹദീസ് വരുന്നുണ്ട്. അതിൽ ഫതഹന്നസ ഫതഅബ്ബദ എന്നിങ്ങനെ കൊടുത്തത് കാണാൻ പറ്റും. തഹന്നൂസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതാണ്, സമുദായത്തെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ മുച്ചൂടും മാറ്റിമറിക്കുന്നതിന് വേണ്ടി ഏത് രീതിയിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വ്യത്യസ്തവും ഗാഢവുമായ
പരിശീലന പ്രക്രിയ നേടിയെടുക്കുക എന്നുള്ളതാണ് അത് നമുക്ക് മലയാളികരിക്കാൻ കഴിയില്ല. വ്യാഖ്യാനിച്ചാൽ പോലും അത് അപ്രാപ്യമാണ് വാക്കുകൾക്ക്. അതിനെക്കുറിച്ചാണ് നമ്മൾ ബുഖാരിയൊക്കെ ഓതുന്ന കുട്ടികളുണ്ടാവാം, അവർ ആ തഹന്നുസിനെ കുറിച്ച് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക. അതാണ് അതിൻ്റെ താല്പര്യം എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തത് ഞാൻ 3-ാം ഭാഗത്തെ പരിചയപ്പെടുത്തുകയാണ് കുറഞ്ഞ രൂപത്തിൽ. ഇതിൽ മിനൽ ബിഅസത്തി ഇലൽ ഹിജറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൗത്യ നിയോഗം മുതൽ, നബിയെ നബിയായി നിയോഗിച്ചത് മുതൽ ഹിജറ വരെയുള്ള സഞ്ചാരമാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള രഹസ്യങ്ങളും വിധികളും വിലക്കുകളും അതിൻ്റെ ഇലാഹികമായ യുക്തിയും ഒക്കെയാണ് ഈ അദ്ധ്യായത്തിലെ ചർച്ചാ വിഷയം. ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു ഹാരിസ, അബൂബക്കർ, ഉസ്മാൻ, സുബൈർ ഇബ്നു അവ്വാം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹും തുടങ്ങിയ ആളുകളൊക്കെയാണ് ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്നത്, ആ ബിഅസത്തിൻ്റെ ആദ്യകാലത്ത് വന്നത്. ആ സമയം രഹസ്യപ്രബോധനായിരുന്നു. ഈ രഹസ്യപ്രബോധനം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം അതുകൊണ്ട് ആ ചരിത്രം ഞാൻ പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടക്കത്തിൽ നടത്തിയത് രഹസ്യപ്രബോധനമാണ്. അധികമൊന്നും പരസ്യമായിട്ടില്ല. താൻ കണ്ട് വിഷയം അവതരിപ്പിച്ചാൽ അത് ഗ്രഹിക്കും, ഉൾക്കൊള്ളും എന്ന് തോന്നുന്ന ആളുകളോട് മാത്രം അത് രഹസ്യമായി സൂചിപ്പിക്കുകയും പുറത്തറിയാതെ തന്നെ വിഷയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണത്. ഈ വിഷയത്തെ ഷെയ്ഖ് റംലാൻ ബൂത്തി അവതരിപ്പിച്ചതിന് ശേഷം പറയുന്ന വാക്കുകളൊന്നും നോക്കൂ, നമുക്ക് വളരെ പ്രസക്തമാണ്. വമിൻ അജ്ലി ഹാദ, അജ്ലാണ് കേട്ടോ, അജലല്ല. അജല് പറഞ്ഞാൽ അവധിയാണ്. അജ്ല്, വമിൻ അജ്ലി ഹാദ നമ്മൾ സാധാരണ വായിക്കുമ്പോൾ തെറ്റിപ്പോകാറുണ്ട്. അജല് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കാര്യത്തിൻ്റെ ഡേറ്റ്. വമിൻ അജ്ലി ഹാദ അജ്മഅ ജുംഹൂറുൽ ഫുഖഹായി അലാ അന്നൽ മുസ്ലിമീന ഇദാ കാനൂ മിൻ ഖില്ലത്തിൽ അദദി ഔ ലൂഫിൽ ഉദ്ദത്തി ബിഹൈസു യഗ്ലിബു ലന്നു അന്നഹും സയുഖ്തലൂന മിൻ ഗൈരി അയ്യി നിക്കായത്തിൻ ഫി അഅദാഇഹിം. ശത്രുക്കൾക്ക് ഒരു കോട്ടവും വരുത്താൻ സാധിക്കാത്ത വിധം ദുർബലരായി നമ്മൾ മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെടും എന്ന് ലന്ന് ഗാലിബായാൽ, മികച്ച ധാരണയുണ്ടെങ്കിൽ, ലന്ന് പറഞ്ഞാൽ ധാരണ, മികച്ച ധാരണയുണ്ടെങ്കിൽ, അതിൻ്റെ കാരണം എന്താണ്? മിൻ ഖില്ലത്തിൽ അദദി ഔ ലൂഫിൽ ഉദ്ദത്തി, വേണ്ടത്ര ആൾബലമില്ല, സംഘബലമില്ല, ആയുധബലമില്ല, അങ്ങനെയുള്ള കാരണത്താൽ മുസ്ലിങ്ങൾക്ക് അപകടം സംഭവിക്കും എന്ന് ഉറപ്പാണെങ്കിൽ, ഏതാണ്ട് ധാരണയുണ്ടെങ്കിൽ എന്തു ചെയ്യണമെന്നാണ് മുസ്ലിം പണ്ഡിതരുടെ തീരുമാനം? വമിൻ അജ്ലി ഹാദ, ഈ ഒരു വിഷയം കൊണ്ടാണ്. ഏത് വിഷയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രഹസ്യപ്രബോധനം നടത്തി എന്നതിൽ നിന്നാണ് ഇജ്മാ ഉണ്ട്. ആരുടെ ഇജ്മാ? ജുംഹൂറുൽ ഫുഖഹാഇൻ്റെ അലാ അന്നൽ മുസ്ലിമീന. ഞാൻ നേരത്തെ വായിച്ചതുപോലെ ഇതുപോലെയാണെങ്കിൽ അവരെന്ത് ചെയ്യണം? അൻ തുഖദ്ദമ ഹുന മസ്ലഹത്തു ഹിഫ്ലിൻ നഫ്സീൻ. ഇതാണ് ജുംഹൂറുൽ ഫുഖഹായി അലാ അന്നൽ മുസ്ലിമീന ഇദാ കാനൂ മിൻ ഖില്ലത്തിൽ അദദി ഔ ലൂഫിൽ ഉദ്ദത്തി ബിഹൈസി യഗ്ലിബു ലന്നു അന്നഹും സയുഖ്തലൂന മിൻ ഗൈരി അയ്യി നിക്കായത്തിൻ ഫി അഅദാഇഹിം ഫയംബഗി അൻ തുഖദ്ദമ ഹുന മസ്ലഹത്തു ഹിഫ്ലിൻ നഫ്സി. ഫയംബഗി, അപ്പോൾ നിർബന്ധമാണ്. എന്ത്? അൻ തുഖദ്ദമ ഹുന മസ്ലഹത്തു ഹിഫ്ലിൻ നഫ്സി, നമ്മുടെ നെഫ്സ് സംരക്ഷിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇത് ഇക്കാലത്ത് വളരെ പ്രസക്തമാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ഇന്ത്യയെ ഇസ്ലാമീകരിക്കാൻ ആളുകൾ ഉണ്ടായി വരുന്നുണ്ട്. നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ പ്രതിരോധ ചിന്തകൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ രാഷ്ട്രീയ ചിന്തകൾക്ക് ഊന്നൽ കൊടുക്കുന്ന പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നുണ്ട് മുസ്ലിം ജനങ്ങളിൽ നിന്ന്. ഫിഖ്ഹിന് അതിൽ പ്രത്യേകിച്ച് ഒരു പിന്തുണയും നിൽക്കാൻ കഴിയില്ല. ഫിഖ്ഹ് അതല്ല. ഫിഖ്ഹ് മുസ്ലിങ്ങൾ ഇവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യ കാലത്തിൽ നിന്നാണ് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഷെയ്ഖ് റംലാൻ ബൂത്തിൻ്റെ ഈ കോട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ ഒരു വിഷയം ഉണ്ട് കേട്ടോ. നമ്മളെ ശരീരം സംരക്ഷിക്കുക എന്നാണ് അതുകൊണ്ട് അർത്ഥം. അത് ഷെയ്ഖ് റംലാൻ ബൂത്തി അവിടെ തിരുത്തുന്നുണ്ട്. ഈ മസ്ലഹത്ത് എന്ന് പറഞ്ഞാൽ താൻ തുഖദ്ദമഹുന മസ്ലഹത്ത് ഇഫ്ലിൻ നഫ്സി എന്ന് പറഞ്ഞല്ലോ, നമ്മുടെ നെഫ്സിനെ സംരക്ഷിക്കലാണ്. അത് ദീനിയായ മസ്ലഹത്താണ് എന്ന് ഷെയ്ഖ് റംലാൻ ബൂത്തി പറയുന്നുണ്ട്. അല്ലാതെ നമ്മുടെ നെഫ്സിയായ ഒരാവശ്യത്തിന് വേണ്ടിയാണ് എന്നല്ല. കാരണം നമ്മളുണ്ടെങ്കിലല്ലേ ദീൻ ഉണ്ടാവുള്ളൂ.
നമ്മൾ മൊത്തത്തിൽ നശിച്ചു പോയാൽ പിന്നെ ദീൻ ഇവിടെ ഉണ്ടാവുമോ? അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹിഫ്ലുൻ നഫ്സിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ദീനിനെ സംരക്ഷിക്കണം എന്ന് തന്നെയാണ്. ദീന് അങ്ങനെ നിൽക്കുമ്പോഴേ മുന്നോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ ദീനിന് ആളുണ്ടാവില്ല, പിന്നെ അടുത്ത തലമുറയിലേക്ക് ദീൻ ഉണ്ടാവില്ല, അതോടുകൂടി ദീൻ നശിച്ചു പോകുന്നൊരവസ്ഥ വന്നേക്കും. അതുകൊണ്ട് വളരെ രഹസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്ത ആ കാലഘട്ടത്തോടാണ് നമ്മുടെ ഇന്നത്തെ ന്യൂനപക്ഷ സമൂഹങ്ങളായി മുസ്ലിങ്ങളൊക്കെ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ നമ്മെ മനസ്സിലാക്കേണ്ടത് എന്ന് ഷെയ്ഖ് റംലാൻ ബൂത്തി അവിടെ പറയുന്നുണ്ട്. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉപോത്ബലകമായി മഹാനവറുകൾ പറയുന്നുണ്ട്, ഫൈദാലം തഹസുലിൻ നിക്കായ വജബൽ ഇൻഹിസാമു ലിമാഫി സുബൂത്തി മിൻ ഫവാത്തിൻ നഫ്സീൻ. ഇസുദ്ദീനും അബ്ദുസലാമിനെ ഉദ്ധരിക്കുകയാണ് ഖവായിദുൽ അഹ്കാമിൽ നിന്ന്. ഇതേ ന്യായത്തെ ഒന്നുകൂടി ഉപോത്ബലകമായിട്ട് ഖവായിദുൽ അഹ്കാം എന്നൊരു ഗ്രന്ഥമുണ്ട്. ഖവായിദുൽ അഹ്കാമി മസാലിഹിൽ അനാം എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. സുൽത്താനുൽ ഉലമാ ഇസുദ്ദീൻ അബ്ദുസലാം എന്നവർ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാ തങ്ങളവരുടെ ഗ്രന്ഥത്തിൽ നിന്ന് അദ്ദേഹം ഉദ്ധരണി കൊടുക്കുന്നു. ഫൈദാലം തഹസുലുൻ നിക്കായ, നിക്കായത്തൊന്നും ഉണ്ടാവൂല, അങ്ങനെയാണെങ്കിൽ വജബൽ ഇൻഹിസാമു ലിമാഫി സുബൂത്ത് മിൻ ഫവാത്തിൻ നഫ്സി, ആ യുദ്ധമുഖത്ത് തന്നെ, ആ പ്രതിരോധ മുഖത്ത് തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളത് പ്രയാസകരമാണ്, അത് മുസ്ലിങ്ങളെ മൊത്തത്തിൽ തകർക്കും എന്നുള്ളത് കൊണ്ട് അതിൽ നിന്ന് പിന്മാറലാണ് നിർബന്ധം എന്ന് പറയുന്നു. വഖത്ത് സാറ സുബൂത്തുഹുന മഫ്സദത്തൻ മഹ്ലത്തൻ ലൈസ ഫീ തയ്യിഹ മസ്ലഹത്തുൻ. ഈ രീതിയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് മഫ്സദത്ത് മഹ്ല, കേവലം കുഴപ്പം തന്നെയാണ് ഉണ്ടാക്കിത്തരുന്നത്. അതുകൊണ്ട് ലൈസ ഫീ തയ്യിഹ മസ്ലഹത്തുൻ, ഈ മസ്ലഹത്തുൽ ഉമ്മത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് ഒരു വിഷയമാണ്. ഇതിൽ ഷെയ്ഖ് റംലാൻ ബൂത്തി ഇവിടെ ചെയ്യുന്നത് എന്താ പറയുക, നമ്മൾ ഉസൂലാണ് ഇല്ലേ, നമ്മുടെ ഉസൂലിനോട് ചാരി നിന്നുകൊണ്ടാണ് പറയുന്നത്. എന്താ ഉസൂല്? മസ്ലഹത്തുൽ മുജ്തമഇ തുഖദ്ദമു അലാ മസ്ലഹത്തിൽ ഫർദിന. വ്യക്തിയുടെ നന്മയേക്കാൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. സാമൂഹിക നന്മ ഉറപ്പുവരുത്തുക എന്നുള്ളത്, നിലനിൽക്കുന്ന സമാധാനം ഇതന്നെയാണ് ഷെയ്ഖ് റംലാൻ ബൂത്തി എന്ത് ചെയ്യുന്നത്. അവിടെ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ മൂപ്പർ അവിടുത്തെ രാഷ്ട്രീയ വിഷയങ്ങളോട് സഹകരിച്ചിട്ടില്ല എന്നുള്ളൊരു ആരോപണം വരുന്നുണ്ട്. ഭരണത്തോട് യോജിച്ചുകൊണ്ടുള്ള ഒരു ഫഖീഹ്, അതെ, ഭരണത്തോട് യോജിച്ചുള്ള ഒരു ഫഖീഹായി നിലകൊണ്ടു. അദ്ദേഹം അന്നത്തെ ഭരണകൂടത്തെ എതിർത്തില്ല എന്നൊക്കെ ന്യായം പിൽക്കാലത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതിൻ്റെ ഇത് കുറേ പറയാനുള്ള വിഷയം കേട്ടോ. നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം. ഇപ്പോൾ തന്നെ 10 മണിയായി, നമ്മുടെ സമയം അതിക്രമിച്ചു അല്ലേ, നിർത്താനായി. അപ്പോൾ ഇത് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഷെയ്ഖ് റംലാൻ ബൂത്തിനെ പറ്റി പറയുന്ന ഒരു പ്രധാന വിഷയം തന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, ഭരണത്തോട് ചേർന്ന് നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട പോയിൻ്റാണത്. അപ്പോൾ ഇതൊക്കെയാണ് ഫിഖ്ഹു സീറ എന്ന് പറയുന്നത്. ഫിഖ്ഹു സീറ നമ്മൾ നോക്കേണ്ട, മനസ്സിലാക്കേണ്ട, പ്രവാചക ചരിത്രം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വലിയ ഗ്രന്ഥമാണ് എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ദിസ് ഇസ് എ ടെർമിനൽ പോയിൻ്റ്, ഒരു അന്തിമ ബിന്ദുവാണ്. നബിചരിത്രത്തിലെ അന്തിമ ബിന്ദു എന്ന നിലക്കുള്ളൊരു നബിചരിത്രം കാഴ്ചവെക്കാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദ് റംലാൻ ബൂത്തിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പായും നമുക്ക് പറയാവുന്നതാണ്. ഇവിടെ അവസാനം പറഞ്ഞതിനോട് ചേർന്ന് ചെറിയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് യുദ്ധം ചെയ്തിട്ടില്ല, ഒരു ജിഹാദ് നടത്തിയിട്ടില്ല. എന്തുകൊണ്ട് ജിഹാദ് നടത്തിയിട്ടില്ല? നമ്മൾ പറയും ആയുധബലവും അംഗബലവും ഇല്ലാത്തത് കൊണ്ടാണ് നബി തങ്ങൾ അവിടെ യുദ്ധം ചെയ്യാത്തത്. ഒരിക്കലുമല്ല. ഷെയ്ഖ് ബൂത്തി പറയുന്നുണ്ട്, നബി തങ്ങൾ മദീനയിലെത്തിയപ്പോൾ ഒരു തലവനായി മാറുകയാണ് നബി. ആദ്യകാലത്ത് ഒരു സമൂഹത്തിലെ ഒരു വ്യക്തിയായിരുന്നു. നബി മദീനയിലെത്തിയപ്പോൾ നബി തങ്ങൾ ജൂതന്മാരും മുഹാജിറുകളും അൻസാറുകളും ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൻ്റെ രാഷ്ട്രത്തലവനായിട്ടാണ് നബി തങ്ങൾ മദീനയിൽ നിന്ന് മാറുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രത്തലവൻ എന്നുള്ള നിലയ്ക്ക് ആ രാഷ്ട്രത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് അവിടുന്ന് ജിഹാദിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ അധിഷ്ഠിതമായ ജിഹാദിലേക്ക് കടക്കുന്നത്. വജാഹിദുഹും ജിഹാദൻ കബീറ എന്ന വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത് മക്കയിലാണ്. അന്ന് നബി തങ്ങൾ ജിഹാദ് അനുഷ്ഠിച്ചിട്ടുണ്ട്. ആ ജിഹാദ് ഇപ്പോൾ ഇവിടെ ഉണർത്തിയതുപോലെ അത് വളരെ രഹസ്യമായും അതുപോലെ തന്നെ സ്വന്തം ശരീരത്തെയും മതത്തെയും മാനിച്ചുകൊണ്ടുള്ള ജിഹാദ് ചെയ്യുക. വൈജ്ഞാനികമായ ജിഹാദിനെയാണ് ജിഹാദൻ കബീറ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത്. നേരെ മറിച്ച് യുദ്ധത്തിലധിഷ്ഠിതമായ ജിഹാദ് അത് ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക്, ഒരു രാഷ്ട്രത്തലവൻ എന്നുള്ള നിലയ്ക്ക് ഒരു രാഷ്ട്രത്തെ നശിപ്പിക്കുമ്പോൾ
അവിടെ മദീനയിൽ ഷെയ്ഖ് ബൂത്തിയുടെ ഈ ഹിക്കമിൽ തന്നെ പറയുന്നുണ്ട്, ഒരു വലിയ ഒരു ഭരണഘടനയുണ്ടായി നബി തങ്ങൾ സ്ഥാപിച്ചു. ആ ഭരണഘടനയിലെ ഓരോ ഭാഗങ്ങൾ വിശദീകരിച്ച് അതിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാപ്തിയും ഇന്നത്തെ ഭരണഘടനയേക്കാൾ എത്രയോ വിശുദ്ധമായ ഒരു ഭരണഘടനയാണ് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചത്. അവിടെ ക്രിസ്ത്യാനികളും ജൂതന്മാരും മുഹാജിറുകളും അൻസാറുകളും ഒരുമിച്ചു ചേർന്ന ഒരു ഉമ്മത്തൻ വാഹിദ, ആ ഉമ്മത്തുൻ വാഹിദയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് നബി തങ്ങൾ അവിടെ യുദ്ധത്തിലധിഷ്ഠിതമായ ജിഹാദിലേക്ക് കടക്കുന്നത്. ജിഹാദ് എന്ന് പറയുമ്പോൾ അത് ചാടിക്കേറി പെട്ടെന്ന് എല്ലാം യുദ്ധമുഖത്തിൽ ഇറങ്ങി എല്ലാം അവസാനിപ്പിക്കുന്ന ഒരു പ്രവണത അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ഗ്രന്ഥം, ഈ കൃതി വളരെ ഗൗരവത്തോടു കൂടെ നാം വായിക്കുകയും അത് ഗ്രഹിക്കുകയും അതിലൂടെ നാം ചരിത്രത്തെയും ഇസ്ലാമിനെയും മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ആഖിറു ദഅ്വാനാ